പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള എൽ.പി. സ്കൂൾ പ്രവർത്തിക്കുന്നത് ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചുകെട്ടിയ കെട്ടിടത്തിൽ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിനുള്ളിൽ ക്ലാസ് തുടരുകയാണ്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പല ആവർത്തിയാണ് ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളുടെ ദയനീയ അവസ്ഥ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതിനെതിരെയൊക്കെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയല്ല വസ്തുത എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള എൽ.പി. സ്കൂളിന്റെ ദുരവസ്ഥയാണോ ഇത്തരത്തിൽ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയ കെട്ടിടത്തിൽ ക്ലാസുകൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും, അതായത് വീഴ്ചകൾ തുടർക്കഥയാവുമ്പോഴും അതൊന്നും പരിഹരിച്ച് മുന്നോട്ട് പോകാനോ ഇതുവരെ അധികാരികൾ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് താന്യം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ.പി. വിഭാഗം സ്കൂൾ പ്രവർത്തിക്കുന്ന ക്ലാസ് നടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ. അതായത് കഴിഞ്ഞ ദിവസമാണ് കോടാലിയിൽ ഗവൺമെൻറ് എൽ.പി. സ്കൂളിൻ്റെ സീലിംഗ് തകർന്നുകൊണ്ട് വലിയൊരു അപകടമുണ്ടായത്. പുലർച്ചെയായതിനാൽ വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. അതിന് തൊട്ട് മുന്നെയാണ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വീഴ്ചകളുടെ അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങളുടെ അവസാന കണ്ണിയായിട്ട് ഒരുപക്ഷെ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള എൽ.പി. വിഭാഗം ക്ലാസ് പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടം മാറുന്നു എന്നാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാവുന്നത്. അതായത് ഈ വളരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടി, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളമടക്കം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നമ്പർ 1 കേരളം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ആ സംസ്ഥാനത്ത് തന്നെ നടക്കുന്ന വീഴ്ചകളുടെ അവസാന ഉദാഹരണം എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. കൊച്ചുകുട്ടികൾ, അതായത് ഈ കുഞ്ഞു കുട്ടികൾ ഓടി നടക്കുന്ന ആ ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് ഈ ഒരു ദുരവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഈ കഴുക്കോലുകൾ അടക്കം, അതായത് ഓടിട്ട കെട്ടിടത്തിൻ്റെ കഴുക്കോലുകൾ അടക്കം തകർന്ന് ദ്രവിച്ചിരിക്കുന്നു. അതിന് മേളിൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി, കയറിട്ട് വലിച്ചു കെട്ടി ക്ലാസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം ദുരവസ്ഥയുടെ ഒരു ഭാഗവാക്കാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ദ്രവിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കത്തെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ്. ഓടുകളടക്കം നിലത്ത് വീണ് പൊട്ടി തകർന്ന് കിടക്കുന്നു. അത്തരത്തിൽ ആ ഒരു കെട്ടിടത്തിൽ ഇപ്പോഴും ക്ലാസ് തുടരുന്നു എന്നുള്ളത് എത്രത്തോളം ആശങ്കയുണർത്തുന്ന കാര്യമാണ്, എത്രത്തോളം ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. കൊച്ചുകുട്ടികളടക്കം ക്ലാസ്സിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളും ഇതിനുള്ളിലുണ്ട്. എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റിയാലും അതെല്ലാം വീഴ്ചകളുടെ ഭാഗമായി തന്നെ വേണം നമുക്ക് കാണാനായിട്ട്. ഈ ദൃശ്യങ്ങളിൽ ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ ഉത്തരവടക്കം പൊളിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികളൊക്കെ നൽകിയിട്ടും അത് പരിഹരിക്കാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്കൂളിൽ, പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 700 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 700 കുട്ടികളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 400-ലധികം കുട്ടികളും ബാക്കിയുള്ള ക്ലാസ്സുകളിൽ അതിനനുസരിച്ച് തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലെന്നാണ് ഈ രക്ഷിതാക്കൾ അടക്കം പറയുന്നത്. ഇതിനു മുൻപേ ഇവർ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാനോ അതിന് നടപടിയെടുക്കാനോ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ നാട്ടുകാരടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ ഈ സ്കൂളിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം? ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്കൂളാണ്. നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പഴയ സ്കൂൾ എന്ന് പറയുമ്പോൾ 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ബിൽഡിങ് ആകെ ക്ഷയിച്ച് നിൽക്കുക. ആ ബിൽഡിങ്ങിന് നമുക്ക് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഓൾറെഡി. ആ ബിൽഡിങ്ങിന് ക്ലാസ് നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ബിൽഡിങ് ഫുൾ ചോർച്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ ആകെ ഷീറ്റ് അടിച്ചിട്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ PT പ്രസിഡൻ്റാണ്. ഫുള്ള് ലീക്കാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വീണിട്ട് അത് ഓടുകളൊക്കെ പൊട്ടി ലീക്കാണ്. നമ്മൾ MLA അടുത്ത് ബിൽഡിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ചോദിച്ചു, പക്ഷേ അത് പറഞ്ഞ് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലായാലും ഇതിന് കാര്യക്ഷമമായ ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ ചെയ്യാമെന്ന് പറയുന്ന അല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ജീവന് തന്നെ അപകടമാണ് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ. കുട്ടികൾ ഈ ക്ലാസ്സിൽ ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പുറത്ത് നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്ന അതിൽ നിന്നൊക്കെ മാറ്റി കുട്ടികളെ മാറ്റി ഇപ്പോൾ അവിടെ ഒരു ഹാളിൽ ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ് എങ്ങനെയെങ്കിലും നമുക്കൊരു
ബിൽഡിംഗ് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. നിലവിൽ ഇത്രയും ഭീഷണി ഉണ്ടായിട്ടും കുട്ടികൾ എത്തി തന്നെ ഇത് പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആശങ്ക ഇരട്ടിയാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്കയാണ്. അവർ വളരെയധികം കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ PT പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് ടീച്ചർമാർക്കൊക്കെ വലിയ വിഷമമുണ്ട് ഇതിൽ ഒരു ബിൽഡിംഗ് ഇല്ലാത്തത് കൊണ്ടുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ PTA പ്രസിഡന്റ് തന്നെയാണ് ഈ ഒരു ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ ക്ലാസ് പ്രവർത്തിക്കുന്ന കെട്ടിടം, ഈ കെട്ടിടത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഇല്ല, അത് നഷ്ടപ്പെട്ടു. അതിനോട് തന്നെ ചേർന്നിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിലാണ് ഈ ദുരവസ്ഥ. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലേക്ക് ഒരു പറ്റം വിദ്യാർത്ഥികൾ മാറുന്നു. അതിന് MLA അടുത്ത് ചെന്ന് മുട്ടുന്നു. MLA അവർ കയറിയിറങ്ങാത്ത വാതിലുകളില്ല, അതായത് സർക്കാർ അധികാരികളില്ല, ഉദ്യോഗസ്ഥരില്ല. ഇവരെല്ലാവരും പലയിടത്തും ചെന്ന് ചോദിക്കുമ്പോൾ ഫണ്ടില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളുടെ ഇതിന് മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഈ വിടവുകളടക്കം, അതായത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിൽ ദ്രവിച്ച് ഇരിക്കുന്ന, അതായത് കട്ടികകളടക്കം അതിൻ്റെ ഭാഗങ്ങളടക്കം ദ്രവിച്ചിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓടുകളടക്കം വിടവുകളുണ്ട്. ആ വിടവുകളിലൂടെ വെള്ളം ആഴ്ന്നിറങ്ങുന്നു. ഒപ്പം തന്നെ ഭിത്തിയടക്കം കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ചിരിക്കുന്ന ആ ഒരു ക്ലാസ് മുറികൾക്കുള്ളിലിരുന്ന് പഠിക്കേണ്ട നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു. അതായത് പരാതി പറഞ്ഞിട്ടും പുതിയ സ്കൂൾ കെട്ടിടം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടുകൂടി അവർ ഉള്ള സൗകര്യത്തിലിരുന്ന് പഠിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തൃശ്ശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോട്ടുകര ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഈ ദുരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി സാനു, പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയാണ്. ആ ദുരവസ്ഥയാണ് തത്സമയം നമ്മൾ കണ്ടത്. സാനു K. സജീവാണ് വിവരങ്ങൾ നൽകിയത്.